അതാണ് പറഞ്ഞത്, 80% എക്സ്ട്രാ പൈസ കിട്ടും. ഇപ്പോൾ സമയം 3:50 4 മണിയായിട്ട് കേട്ടോ. 105 രൂപ കിട്ടി. ഇവിടെയാണ് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവയിലാണ്. ഹായ് ഫ്രണ്ട്സ്, രാത്രി 12 മണി. ഇപ്പോൾ എറണാകുളത്ത് ഇടപ്പള്ളിയിലാണ്. ഇന്നത്തെ നമ്മളെ വീഡിയോ സൊമാറ്റോയിൽ രാത്രി 12 മണി തൊട്ട് രാവിലെ 6 മണി വരെ എറണാകുളത്ത് വർക്ക് ചെയ്താൽ എത്ര രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, എത്ര ഓർഡർ കിട്ടും. നമ്മൾ ലുലു മാളിൻ്റെ അടുത്താണ്. 12:04 ആയിട്ടുണ്ട്. ഞാൻ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആക്കാൻ പോവുകയാണ്. ഓർഡർ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. ഇവിടെ 24 hours ഓർഡർ കിട്ടുമെന്നാണ്. 24 hours വർക്കിംഗ് ആണ്. അപ്പോൾ എവിടെയൊക്കെ ഓർഡർ കിട്ടുമെന്ന് ഒരു പിടുത്തവും ഇല്ല. വണ്ടിയിലാണെങ്കിൽ എണ്ണയുമില്ല, പമ്പ് അടുത്തുണ്ട്. ആദ്യം നമുക്ക് എണ്ണ അടിക്കാം, അതിന് മുമ്പ് നമുക്ക് ഓൺലൈനിലേക്ക് പോകാം. ഒക്കെ എവിടേക്കാണ് ഓർഡർ കിട്ടുന്ന സ്ഥലമൊന്നും അറിയത്തില്ല. ഓക്കെ, ഇവിടെ ചില ദിവസങ്ങളിൽ 12 മണി തൊട്ട് 3 മണി വരെ നമ്മൾ ഓരോ ഓർഡർ എടുക്കുമ്പോൾ അതിന് കിട്ടുന്ന 30%, അതിന് കിട്ടുന്ന ഏണിങ്സിൻ്റെ 30% എക്സ്ട്രാ കിട്ടും. 3 മണി തൊട്ട് 6 മണി വരെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ, നമുക്ക് കിട്ടുന്ന ഏണിങ്സിൻ്റെ, ഓരോ ഓർഡറിൻ്റെ ഏണിങ്സിൻ്റെ 80% എക്സ്ട്രാ കിട്ടും. അത് ഞാനിവിടെ കാണിച്ചു തരാം. അത് ഓരോ ദിവസം നമുക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. നേടാം ഉയർന്ന ലേറ്റ് നൈറ്റ് ഓർഡർ പേ വേണ്ട. 12 മണി തൊട്ട് 3 മണി വരെ 30%, 3 മണി തൊട്ട് 7 മണി വരെ 80% കിട്ടും. അതായത് 80% എന്ന് പറയുന്നത് നമുക്ക് 20 രൂപയുടെ ഓർഡർ ആണെങ്കിൽ അതിൽ 17 രൂപ എക്സ്ട്രാ കിട്ടും. അപ്പോൾ ചില ദിവസങ്ങളിൽ അന്ന് തന്നെ അപ്ഡേറ്റ് ആവില്ല, ആ വീക്കെൻഡിലാവും അപ്ഡേറ്റ് ആവും. ചില ദിവസങ്ങൾ അപ്പോഴെപ്പോഴും തന്നെ അപ്ഡേറ്റ് ആവും. എന്തായാലും ആദ്യം പോയി നമുക്ക് എണ്ണ അടിക്കാം. ആദ്യം ഓണാകട്ടെ. യെസ് ഗായ്സ്, നമ്മളങ്ങനെ ഓൺലൈനിലേക്ക് കിടന്നിരിക്കുകയാണ്. നമ്മൾ ഓൺലൈനിലേക്ക് കിടന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യം പോയി എണ്ണ അടിക്കാം. ഞാൻ ഓ മൈ ഗോഡ്, ഓണാക്കാൻ കാത്തിരുന്നേത്. ഓർഡർ അടിച്ചിരിക്കുകയാണ്. 10 കിലോമീറ്റർ. അതാണ് രാത്രി കൊല്ലത്തിൻ്റെ അതേ അവസ്ഥയാണ് ഗൈസ്. രാത്രി ലോങ് ആയിരിക്കും കൂടുതലും, പക്ഷേ രാത്രി അടിപൊളിയാണ്, ഒരു തിരക്കുമില്ല. എറണാകുളത്ത് ഇത്രയും തിരക്ക് കഴിഞ്ഞ് കാണണമെങ്കിൽ ഈ 12 മണിക്ക് ശേഷം മാത്രമേ കാണൂ. 3 മണിക്ക് ശേഷമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. എവിടെയാണ്? ഓ മൈ ഗോഡ്, രേഷ്മ നമുക്ക് 15 രൂപ ടിപ്പ് വന്നിരിക്കുന്നു. താങ്ക് യു രേഷ്മ, താങ്ക് യു. മെട്രോ പിള്ളർ, കളമശ്ശേരി സർക്കിൾ, ഇടപ്പള്ളി. ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് പോകണം 2 കിലോമീറ്റർ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് തന്നെ കറങ്ങി തിരിഞ്ഞാണ് പോകേണ്ടത്. ആദ്യം നമുക്ക് പോയി എണ്ണ അടിക്കാം. എവിടെ കുനാഫ സ്റ്റോറി? ഓ ഇവിടെയാണല്ലേ, നമുക്ക് നടന്നു പോയി എടുക്കാം. അപ്പുറത്ത് അതിനുവേണ്ടി കിടന്ന് കറങ്ങണ്ട. ചിലപ്പം കറങ്ങി അവിടെ വന്നെടുക്കപ്പം ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. ഫുഡ് എന്തായാലും റെഡി ആയിട്ടുണ്ട്. നമുക്ക് റീച്ച്ഡ് ലൊക്കേഷൻ കൊടുക്കാം. നമുക്ക് പോയി ഫുഡ് എടുക്കാം. വരെ ഇത് എവിടെയാണ് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവയിലാണ്. ഓ മൈ ഗോഡ്, 7889 7889 ആലുവയിലാണ് കേട്ടോ കൊടുക്കാനുള്ള. ആലുവ പുഴയുടെ തീരത്ത് തന്നണം. ഇത് ഒന്നുമില്ലല്ലേ. നമുക്ക് ഇവിടുന്ന് 11 കിലോമീറ്റർ ഉണ്ട്. അത് നമുക്ക് 544 കൂടെ തന്നെയാണ് ഏകദേശം പോകേണ്ടത്. ഇതാണ് കേട്ടോ 544. ഇതാണ് NH 544. കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ ആണ് കേട്ടോ. ആദ്യത്തെ ഓർഡറുമായിട്ട് 12 മണിക്ക് ശേഷമുള്ള ആദ്യത്തെ ഓർഡറുമായിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആലുവയിൽ എത്താറായെന്ന് തോന്നുന്നു. നിസാൻ്റെ ഷോറൂം, MGയുടെ ഷോറൂം, ഹോണ്ടയുടെ ഷോറൂം. സ്ഥലങ്ങൾ വിലങ്ങും വണ്ടികളാണ്. രാത്രി മൊത്തം വലിയ വണ്ടികളാണ് കേട്ടോ. അതാണ് പ്രശ്നം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ദിവസം എറണാകുളത്ത് 24 hours ചലഞ്ച് ചെയ്യാൻ പോവുകയാണ്. 24 മണിക്കൂർ വർക്ക് ചെയ്ത് എത്ര രൂപ കിട്ടുമെന്നാണ് ഇനി വരാൻ പോകുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹൈവേ ഇന്ന് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3.5 കിലോമീറ്ററോളം ദൂരമുണ്ട്.
ഇവിടുന്ന് ഒരു റൈറ്റ് ഇല്ലല്ലേ പടച്ചനെ. മൂന്നാറിലെത്തിയ ഇത്രയും കോടയാ? ഇത് കോട തന്നെയാണ് അതോ പുഴയാണ്? പക്ഷെ തണുപ്പുണ്ട് മുമ്പേ പറഞ്ഞത്. റൈറ്റിലോട്ട് വഴിയുണ്ടല്ലേ, നല്ല കോട. പക്ഷെ ഇത് ഏത് സ്ഥലം? നിഗൂഢമായി കിടക്കുന്ന സ്ഥലം. വീടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അയ്യോ എൻ്റെ ലൈറ്റ്. ലൈറ്റ് അടഞ്ഞു. ഇതെന്ത് പേടിയാവുന്നില്ല. ലൈറ്റ് അടഞ്ഞു പോയതെന്ത്? എന്താണ് മോനെ പൾസർ കൂട്ടായത്? പേടിച്ചാ? ഞാൻ വെറുതെ പറഞ്ഞടാ എനിക്ക് പേടിയാവുന്നു, നീ പേടിക്കണ്ട. വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെക്കാളും വലിയ പേടി തോറുന്നാണോ വണ്ടി. ഒറ്റപ്പെട്ട സ്ഥലം കണ്ടുമ്പോൾ ലൈറ്റ് വരെ അടഞ്ഞു ഓടി. ഇത് പകല് രാത്രി അങ്ങനെ കൊണ്ടാണ് ഇങ്ങനെ ബഹളങ്ങളൊന്നുമില്ല. കാരണം അവിടെ ഫുള്ള് ടൗണാണ്. ആലുവ ടൗൺ ഏരിയ അടുത്താണ്. പിന്നെ ഫുള്ള് കോട. മൂന്നാർ തണുക്കുന്നേ. തണുപ്പായ ഡിസംബർ മാസത്തിൽ തണുപ്പാണ് കേട്ടോ. ഗായ്സ് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. വേണ്ട ഒരു സ്ക്വയർ അടങ്ങ് കറങ്ങുന്നുണ്ട്. ACC TMD 550D കമ്പിയുടെ പരസ്യമല്ലേ? നോക്കേ, ഇത് ദൂരേന്ന് കാണുമ്പോഴേ ഒരു അന്തരീക്ഷത്തിൽ എന്തോ കടന്ന് കറങ്ങുന്ന ഒരു ഫീലാണ്. ദൂരേന്ന് കാണുമ്പോൾ അടിപൊളിയാണ്. ദൂരേന്ന് കാണുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്നാണ്. നമുക്ക് കാണാൻ ഭയങ്കര രസമാണ്. കണ്ട പക്ഷെ ആദ്യത്തെ ഓർഡർ വേറെ കൊടുത്തില്ല. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുവാണ്. ഇനി ഒരു 650 മീറ്റർ കൂടെ. ഹലോ, സൊമാറ്റോയിൽ നിന്നാണ്. ഞാനിവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. വെൽക്കം. നമുക്കിതിന് എത്ര രൂപ കിട്ടി നോക്കാം. ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ കിട്ടുമോ? 90 രൂപ കിട്ടി. 10 കിലോമീറ്റർ 90. ഓ വലിയ മെച്ചമൊന്നുമില്ല. 90 ഉള്ള ഇൻസെൻറ്റീവ് പേ 18. 90 ഞാൻ പറഞ്ഞില്ലേ 105 രൂപ കിട്ടി. അത് കസ്റ്റമറിൻ്റെ ടിപ്പും കൂടെ കൂട്ടിയിട്ടാണ്. ഓ അടുത്ത ഓർഡർ ആലുവയിൽ അടുത്ത ഓർഡർ ഉടനെ അടിച്ചിരിക്കുകയാണ് ഗെയ്സ്. 45ഉം 11. ഏകദേശം 3 കിലോമീറ്റർ ദൂരമുണ്ട് പോയി എടുക്കാൻ. 11.82 പൈസ ഇൻസെൻറ്റീവ് കിട്ടും എക്സ്ട്രാ. ഓക്കെ, നമുക്ക് ചലോ. എവിടേക്കാണ് പോകേണ്ടത്? ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത്. ഇവിടുന്ന് 4.1 കിലോമീറ്റർ ഉണ്ട് റെസ്റ്റോറൻറ്റിലേക്ക്. നമ്മൾ രണ്ടാമത്തെ ഓർഡർ എടുക്കാനായിട്ട് ഇപ്പോൾ ആലുവയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒഴിഞ്ഞു കിടക്കുന്ന ആലുവ പുഴയുടെ തീരത്ത് കണ്ണട തേടി ഒരുപാട് കണ്ട ആലുവയിൽ എവിടെയോ ആണ് കേട്ടോ. എയർപോർട്ട് എറണാകുളം, പെരുമ്പാവൂർ. അങ്ങോട്ട് നമുക്ക് പെരുമ്പാവൂരോട്ട് പോകുന്ന റൂട്ടിലാണ് പോകേണ്ടത്. മാർക്കറ്റ് റോഡാണ് കേട്ടോ അത്. ഈ കുരിപ്പ് അവിടെ ഇപ്പം കയറി വന്നു, ഞാൻ കണ്ടില്ലല്ലോ. നമ്മളെ ഹോട്ടലെത്തി കേട്ടോ. ഹോട്ടലിൻ്റെ പേര് സിട്രസിലാണ്. മുമ്പേ കൊണ്ടുപോയതും ഐസ്ക്രീമാണ്, അങ്ങനത്തെ ഐറ്റമാണ്. ഈ രാത്രി ഇവരെല്ലാം കൂടെ ഇത് ഫ്രൈഡ് ഐറ്റമാണ് കേട്ടോ. ഓർഡർ റെഡിയാണല്ലോ. $80.90.
പുഷ്ണത്തുള്ളൂ 8096. ഇവിടുന്ന് എങ്ങോട്ടാണ്? ഇടപ്പള്ളി അങ്ങോട്ടായിരിക്കണേ. ഇടത്തല ഒരു കേട്ട സ്ഥലമാണല്ലോ. ഇവിടുന്ന് 5.6 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ സമയം 12:54. നമ്മുടെ രണ്ടാമത്തെ ഓർഡർ അങ്ങനെ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഓർഡറിന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന തുക 58 രൂപയാണ് കേട്ടോ. അപ്പം നമ്മൾ നിൽക്കുന്നത് ആലുവയിലാണ്. ഇനി എപ്പോഴാണ് ഇടപ്പള്ളിയിലേക്ക് പോകുന്നത്? നമുക്ക് ഇടപ്പള്ളിയിലേക്ക് മാപ്പിട്ടിട്ട് നേരെ അങ്ങോട്ട് പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഓർഡർ അടിക്കുന്നെങ്കിൽ നമുക്ക് വേറെ എടുക്കാം. അവിടെ കിടന്ന് ഓടാം. അടിച്ച് ആലുവയെ കൊണ്ട് കളഞ്ഞെങ്കിൽ എന്ത് നോക്ക്, എന്താണ് സൊമാറ്റോ എന്നുള്ളതാണ്. പരിചയമില്ലാത്ത ആലുവയിൽ നമ്മളെന്തിനാ കൊണ്ടിട്ട് അടുത്ത അടിച്ചതാണ്. അങ്ങനെ ഫ്രണ്ട്സ്, സമയം 2:10 ഇപ്പം നമുക്ക് 3 ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 259 രൂപയാണ് കേട്ടോ. 259 രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇൻസെൻറ്റീവ് പേ ആയിട്ട് 3 ഓർഡറിനും കൂടെ 48 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, 257 രൂപ. 2 മണിക്കൂർ കൊണ്ട് 257 കിട്ടിയിരിക്കുന്നതാണ്. ഗുഡ്. നല്ലൊരു മുന്നേറ്റമാണ്. ഇവിടെ എന്തോ പരിപാടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയോ ആണ് കേട്ടോ. ഒരു പിടുത്തമില്ല. ഇവിടുന്ന് ഇടപ്പള്ളിയിലേക്ക് ഏകദേശം 18 കിലോമീറ്റർ ദൂരമുണ്ട്. ആലുവ കപ്രശ്ശേരി എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അത്താണിക്ക് ഏകദേശം അടുത്തത്. എയർപോർട്ടുകാരുണ്ട്. എയർപോർട്ടിൻ്റെ അടുത്തെത്തി കേട്ടോ. നെടുമ്പാശ്ശേരി എത്തി. നെടുമ്പാശ്ശേരി തൊട്ടടുത്താണ് നമ്മൾ കിടക്കുന്നത്. റെയിൽവേ അടച്ചടക്കും ട്രെയിൻ വരുന്ന കേട്ടോ. മൊത്തം വലിയ വണ്ടികളാണ്. രാത്രി NH 546 നമുക്ക് വണ്ടി ഓടിക്കാനേ പറ്റുന്നില്ല കേട്ടോ. പകലേക്കാൾ കഷ്ടമാണ്. രാത്രി പേടിയൊന്നും ബാക്കിലൊക്കെ വരുന്ന വണ്ടി ചീറിപ്പാഞ്ഞാണ് വലിയ വണ്ടി വരുന്നത്. നല്ല സ്പീഡിൽ ഇടതും വലതും ഒക്കെ വണ്ടികളാണ്. രാത്രി ഇവരുടെ ഒരു തേഴ്വാഴ്ചയാണ് ഈ റോഡെന്ന് പറയുന്നത്. കാരണം രാത്രിയാണ് ഇവർക്ക് മാക്സിമം ദൂരം കവർ ചെയ്യാൻ പറ്റും. പകല് ടൗണിലേക്ക് കയറാൻ പറ്റില്ല. കയറിയാൽ തന്നെ ഇഴഞ്ഞ് പോകാൻ പറ്റും. അപ്പോൾ രാത്രി ഇവർ മാക്സിമം ദൂരം കവർ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നു. ബാക്കി വാഹനങ്ങൾ കുറവാണ്. എങ്കിലും എൻ്റെ സൊമാറ്റോ നമ്മളെ അടിച്ച് ആലുവ നെടുമ്പാശ്ശേരി കളഞ്ഞിട്ടോ. ഇടപ്പള്ളിയിലൊക്കെ വന്ന് നിൽക്കാനായിരുന്നു പ്ലാൻ. നമ്മളിപ്പം ആലുവയിലാണ് കേട്ടോ. മെട്രോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആലുവയിൽ നിന്ന് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മെട്രോ സ്റ്റേഷൻ്റെ പേര് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം ആലുവയിലാണ്. ലവിടെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം. ഇവിടെ കളർഫുള്ളാണ്. റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ. ആലുവ മെട്രോ സ്റ്റേഷൻ അടിപൊളിയാണ് അല്ലേ? അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ടടിച്ച് നേരെ ഇടപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഓർഡറൊന്നും അടിച്ചില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഓർഡർ അടിക്കുമെന്ന ഓ മൈ ഗോഡ്,
ഇവിടെ വന്ന ഉടനെ ഓർഡർ അടിച്ചു. നമുക്ക് 2:43 വലിയ ഓർഡർ ആയിരിക്കല്ലേ. റെയിൻ സെർച്ച് ആഡൽ ചെറിയ ഓർഡറാണ്. 3 മണിക്ക് ശേഷം വലിയ ഓർഡർ അടിക്കണം കേട്ടോ. 3 മണിക്ക് ശേഷം 80%. നമുക്ക് ടിപ്പ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ടിപ്പ് നാളെ പേരില്ല കേട്ടോ. 007 007 ആണോ അത്? 007 ജെയിംസ് ബോണ്ടാണോ? ജെയിംസ് ബോണ്ടാ. നമ്മളെ റൊണാൾഡോ 07 ഒരു 0 ഉള്ളല്ലേ. അപ്പം ജെയിംസ് ബോണ്ടാണ് ഗൈസ് നമുക്ക് ടിപ്പ് തന്നിരിക്കുന്ന 50 രൂപ. ഒബ്രോൺ മാൾ ഗ്രൗണ്ട് ഫ്ലോർ. ഒബ്രോൺ മാൾ ഇപ്പോഴും ഓപ്പൺ ആണ്. ഓക്കെ, നമുക്ക് ഒബ്രോൺ മാളിൽ പോയി സാധനം എടുക്കാം. 2:44 നമുക്ക് ഓർഡർ അടിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇടപ്പള്ളിയിലാണ് കേട്ടോ. ലുലുമാളൊക്കെ അടച്ചിടക്കും. ഒബ്രോൺ മാൾ ഇതുവരെ അടിച്ചില്ല. വൈ ഒബ്രോൺ മാൾ നോട്ട് ക്ലോസ് ഇൻ ദിസ് ടൈം? വൈ ഒബ്രോൺ മാൾ അടച്ചില്ലേ? ഇപ്പുറത്താണ് കേട്ടോ. ഡെലിവറി ബോയ്സിൻ്റെ പാർക്കിങ് ഇവിടെയാണ്. ഒബ്രോൺ മാൾ എന്നെ 66 കേട്ടോ. 66 സമീപമാണ്. കൊച്ചിയിൽ ലുലു മാൾ വരുന്നതിന് മുമ്പ് വളരെ വലിയ മാളായിരുന്നു ഒബ്രോൺ മാൾ. ഇതുവഴിയാണ് നമുക്ക് ഓടെ. കഫേ കോഫി ഫ്രണ്ടിലാണ്. നമുക്ക് ഇവിടുന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. ഞാൻ റെയിൻ കോട്ട് എടുത്തിട്ട് കേട്ടോ. പെരും തണുപ്പ് ഗൈസ്. കഫേ കോഫി ഡേ ഇവിടുന്ന് കിട്ടിയ സാധനമാണ് കേട്ടോ. അടിപൊളി പാക്കിങ് അല്ലേ. ഞാൻ കാത്തിരിക്കുന്നത് 3 മണിക്ക് ശേഷമുള്ള ഓർഡറാണ്. 80% എക്സ്ട്രാ കിട്ടും. അപ്പോൾ എത്ര രൂപയ്ക്ക് വെച്ച് കിട്ടുമെന്നാണ് ഞാനിങ്ങനെ നോക്കുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 4ാമത്തെ ട്രിപ്പല്ലേ. 50 രൂപ ടിപ്പ് എന്ന് ഹോസ്റ്റലിലാണ് കേട്ടോ. ടോട്ടല് 300 രൂപയായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 3 മണിക്ക് ശേഷം ഓർഡർ അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഓർഡർ അടിച്ചിരിക്കുകയാണ്. പഠിച്ചനെ പട്ടി വണ്ടി ഓഫായിപ്പോയി. പാവം പട്ടിയാണ്. 47 രൂപയുടെ ഓട്ടോ ആണ്. നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടിയിരിക്കുന്നത് 35 രൂപയാണ് കേട്ടോ. അതാണ് പറഞ്ഞത്. 80% നമുക്ക് എക്സ്ട്രാ പൈസ കിട്ടും. 6-7 കിലോമീറ്റർ പോകുന്നതിന് 47 രൂപ, 50 രൂപ കറക്റ്റാണ്, കുഴപ്പമില്ല. എക്സ്ട്രാ 35 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഓർഡർ എടുക്കാൻ ബിലാൽ കഫേ എന്നാണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. കാക്കനാട്. നമ്മളങ്ങനെ ഷോപ്പിലെത്തി. ബിലാൽ കഫേ ഇവിടെ കണ്ടോ. ഇവിടെയൊക്കെ 3 മണിക്കും ആക്റ്റീവാണ്. ഇതും ബിലാൽ BFC. ഇവിടെയൊക്കെ പോയി ഭക്ഷണം കഴിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ 3 മണിയായപ്പോഴത്തേക്ക് നമ്മൾ എത്ര ട്രിപ്പ് കംപ്ലീറ്റ് ആയെന്ന് നോക്കട്ടെ. 3:15 നമ്മൾ 4 ട്രിപ്പ് കംപ്ലീറ്റ് ആയി. 5ാമത്തെ ട്രിപ്പ് എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ കിട്ടിയിരിക്കുന്നത് 300 രൂപ. നമ്മൾ 5ാമത്തെ ഓർഡറുമായിട്ട് ഇൻഫോ പാർക്കിൻ്റെ അടുത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിക്ക് വേറെ ലുക്കാണ് കേട്ടോ ഇവിടെ. ക്യാമറ അധികം കാണത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ 5ാമത്തത് ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 83 രൂപയാണ്. ടോട്ടൽ എത്രയായിരിക്കും? 383 അല്ലേ? യെസ്,
183 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. തിരിച്ചു പോകാൻ വഴി അറിഞ്ഞൂടെ. ഗൂഗിൾ മാപ്പ് തന്നെ ശരണം കേട്ടോ. അടിച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ ഓർഡറാണ്, 21 രൂപ ഓർഡറാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് 16 രൂപയുടെ സർജും കിട്ടിയിട്ടുണ്ട്. വെറും 1.5 കിലോമീറ്റർ കൊണ്ടു കൊടുത്താൽ മതി. ഏകദേശം 35-40 രൂപ അടുത്ത് കിട്ടിയിട്ടുണ്ട്. വാ, ഇപ്പോൾ സമയം 3:50 ആയിട്ടുണ്ട്, 4 മണിയാണ് കേട്ടോ. ഇപ്പോൾ സമയം 3:50 ആയിട്ടുണ്ട്, 4 മണിയാണ് കേട്ടോ. 4 മണി പിറ്റേന്ന് രാവിലെ ആയി. ഇപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈ റൈസ് 9779 977 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തൊട്ടടുത്താണ് കേട്ടോ, 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നമ്മൾ ആ ട്രിപ്പ് അങ്ങനെ ഡെലിവറി ചെയ്തു. ഈ ഫ്ലാറ്റിലായിരുന്നു 12ാമത്തെ നിലയിൽ ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. വേറെ 2 കിലോമീറ്ററിന് നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 37 രൂപ കിട്ടി. 40 രൂപ വേണമായിരുന്നു. 37 രൂപ കിട്ടിയിരിക്കുകയാണ്. അപ്പം ടോട്ടൽ നമ്മൾ ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്. 471 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ കാക്കനാട് നിന്ന് വീണ്ടും ഇടപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് രാത്രി എന്ന് പറയാൻ പറ്റും. വെളുപ്പാങ്കാലം 4:30 എറണാകുളം ഇടപ്പള്ളിയിലെ കാഴ്ചകളാണ്. ഇത് NH544, അത് NH66. ഇപ്പുറത്ത് ലുലു മാൾ. വാവ്, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിരിക്കുകയാണ് ഗൈസ്. 4:30 വെളുപ്പാങ്കാലം 4:30. 5:22 കേട്ടോ. ഞാനിപ്പോൾ ഇടപ്പള്ളി നിൽക്കുകയാണ്. നമുക്ക് 5 മണി തൊട്ട് 6 മണി വരെയുള്ള സ്ലോട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ 5 മണിക്ക് ശേഷം ഓഫ്ലൈനായി. 6 മണിക്ക് ശേഷമുള്ളത് നമുക്ക് ഇനി 6 തൊട്ട് 7 മണി വരെ ഉള്ളു. അപ്പോൾ നമ്മൾ എന്തായാലും 5 മണിക്കൂർ വർക്ക് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 504 രൂപയാണ്. രാത്രി ഓരോ മണിക്കൂറിന് 100 രൂപയുടെ ഓട്ടം കിട്ടുന്നുണ്ട്. രാത്രി നല്ല ഓട്ടം ഉണ്ട് കേട്ടോ, ഓടിക്കൊണ്ടിരിക്കുകയാണ്, റെസ്റ്റ് എടുത്തില്ല. പിന്നെ 6:21 6 മണിക്ക് ഓണാക്കിയിട്ട് പിന്നെ ഇതുവരെ അടിച്ചിട്ടില്ല ഓർഡർ. അടിച്ചുകൊണ്ടിരുന്നപ്പം പിന്നെ 5 മണി തൊട്ട് 6 മണി വരെയുള്ള ഗിഗ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ലാഗ് വന്ന് പിന്നെ 6 മണിക്ക് ഓണാക്കി ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായി, ഇതുവരെ അടിച്ചിട്ടില്ല. ഇനി എന്തായാലും നമ്മൾ റൂമിലേക്ക് പോകാം. ഇനി അരമണിക്കൂറും കൂടെ ഉള്ളു. റൂമിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ അടിച്ചാൽ ഓർഡർ എടുക്കാം, അല്ലെങ്കിൽ റൂമിൽ പോകാം. പ്രഭാത കിരണങ്ങൾ പൊട്ടി വിടരുകയാണ്. 6:30 ചേട്ടാ, നേരം വെളുത്ത് ഇങ്ങനെ വരികയാണ്. പിന്നെ രാത്രി 2 മണിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഓർഡർ അടിച്ചത് കാക്കനാടാണ് കേട്ടോ. കാക്കനാട് അവിടെയാണ് നമുക്ക് ഓർഡർ കൂടുതൽ അടിച്ചത്. ടോട്ടൽ 6 ഓർഡറിൽ 6-7 ഓർഡർ, എന്തായാലും 4-5 ഓർഡർ കാക്കനാട് ഭാഗത്താണ് നമുക്ക് അടിച്ചത്. അങ്ങനെ പാലാരിവട്ടത്ത് എത്തിയപ്പോൾ തന്നെ നമുക്ക് ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ റൂമിൽ പോകാൻ ഓർഡർ അടിച്ചു. ചെറിയ ഓർഡറാണ് കേട്ടോ, 27 രൂപയുടെ ഓർഡറാണ്. 20 രൂപ ഇൻസെൻറ്റീവ് ഉണ്ട്. കഫേ കോഫിയുടെ നമ്മൾ ആദ്യത്തെ ഓർഡറില്ല, ഇന്നത്തെ ആദ്യത്തെ ഓർഡർ അല്ല, 2ാമത്തെ ഓർഡർ ഒബ്രോ മാളിലുള്ള
രാവിലെ 6:30 പാലാരിവട്ടത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മളിപ്പോൾ NH-66 എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഒബ്രോമാളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഓർഡർ ആയിരിക്കും. കാരണം 7 മണി വരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. 7 മണി കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഗിഗാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതിനും ഉണ്ട് കേട്ടോ സ്പെഷ്യൽ ഇൻസെൻറ്റീവ്. 7 മണി തൊട്ട് 8 മണി വരെ 9 മണി വരെ അങ്ങോട്ടുള്ളതിന് ഇൻസെൻറ്റീവ് ഉണ്ട്. ചീർപ്പാഞ്ഞാണ് വാഹനങ്ങൾ വരുന്നത്. വളരെയധികം ശ്രദ്ധയോട് വേണം യൂട്ടേൺ അടിക്കാൻ. നമ്മൾ ഒബ്രോമാളിലെത്തിയിട്ടുണ്ട്. സാധനം എടുത്ത് അടുത്ത് തന്നെ കേട്ടോ, 2.5 കിലോമീറ്റർ. അങ്ങനെ 7:15 കേട്ടോ. ആ കഫേ കോഫിയുടെ ഒരുപാട് സമയമെടുത്ത്. ഇതൊരു ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. ഇതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 56 രൂപയാണ്. ഓക്കെ, നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് ഇന്ന് കിട്ടിയിരിക്കുന്നത് 560 രൂപയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഒരു 6 മണിക്കൂർ വർക്ക് ചെയ്ത് 560 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ ഇനി റൂമിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതേപോലെ വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.